Welcome to XY's Malayali's channel. Don't forget to subscribe. കടം കേറിയ മലയാളി ആത്മപരിശോധനയുടെ സമയം വന്നു തുടങ്ങി. ഇന്ന് കേരളത്തിന്റെ വീടിന്റെ അതിരുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാങ്ക് നോട്ടീസ്, കൊട്ടേഷൻ ഗ്രൂപ്പുകൾ, സുതാര്യമല്ലാത്ത ചെലവുകൾ, അനിയന്ത്രിതമായ വായ്പകൾ, ആത്മഹത്യാ പ്രവണതകൾ, കൊലപാതകങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുന്ന മലയാളിയെ നമുക്ക് എവിടെ നോക്കിയാലും കാണാം. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ചോദിച്ചു പോകാത്ത ഒരു വസ്തുത ഇന്ന് നമുക്ക് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ 65% കുടുംബങ്ങൾക്കിപ്പോൾ സ്ഥിരമായ സമ്പാദ്യമില്ല. അതായത് പ്രതിമാസം ലഭിക്കുന്ന വരുമാനം കുടുംബത്തെ നയിക്കാൻ മതിയാകുന്നില്ല, അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്തും എന്ന കാര്യത്തിലെങ്കിലും വഴിമുട്ടുന്നു. ഇത് വെറും സാമ്പത്തിക തകരാറല്ല, ഇത് നമ്മുടെ മനസ്സിന്റെയും നമ്മൾ ശീലിച്ചു വന്ന സാമൂഹിക സംസ്കാരത്തിന്റെയും തകരാറാണ്. 1. മദ്യം. രുചിക്കു വേണ്ടിയോ രോഗിയാവുന്നതിനു വേണ്ടിയോ? കേരളം മദ്യ ഉപയോഗത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻപന്തിയിലാണ്. ഭക്ഷണശാലകളിലും വീട്ടുസൽക്കാരങ്ങളിലും ഭക്ഷണത്തേക്കാൾ പ്രാധാന്യം മദ്യത്തിനാണ്. ഉറക്കത്തിൽ നിന്നും എണീറ്റ വഴിക്ക് മദ്യം കഴിക്കുവാനുള്ള ആസക്തി, കിടക്കുന്നതിനു മുൻപും കുപ്പി നിർബന്ധമാക്കുന്നവർ, കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരോട് പരിഹാസം, ഇതെല്ലാം ചേർന്നാണ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ അവസ്ഥ. ഇപ്പോൾ മദ്യത്തിൽ നിന്നും പലരും മാറി മയക്കുമരുന്നുകളിലേക്ക് നീങ്ങിത്തുടങ്ങി. 2. ധൂർത്ത്. ഭാവിയെപ്പറ്റി ചിന്തയില്ലായ്മ. നമുക്കെന്തെല്ലാം വാങ്ങിക്കൂട്ടുവാൻ പറ്റുമോ അതെല്ലാം സ്വന്തമാക്കണം. വരുമാനമില്ലെങ്കിലും സ്വന്തമായി വലിയ വാഹനം നിർബന്ധം. എല്ലാം എളുപ്പമാക്കുവാൻ വേണ്ടി എന്ത് സ്വന്തമാക്കുവാനും മലയാളി തയ്യാറാണ്. സ്വന്തം സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി എത്ര പണം ചെലവാക്കാനും തയ്യാറാണ്. പണിയെടുക്കാതെ സമ്പാദിക്കാമെന്ന തെറ്റിദ്ധാരണകളാണ് കേരളത്തിലെ യുവതലമുറയെ അടിയന്തരമായി കടത്തിലേക്ക് തള്ളിവിടുന്നത്. 3. ജോലി ചെയ്യാനുള്ള മടി, വൈറ്റ് കോളർ ജോലിയോടുള്ള അഭിനിവേശം. പലർക്കും ജോലി ലഭിക്കാത്തതല്ല പ്രശ്നം, ജോലിയെക്കുറിച്ചുള്ള മനോഭാവമാണ് പ്രധാന പ്രശ്നം. കയ്യിൽ ഡിഗ്രിയുണ്ട്, എന്നാൽ മനസ്സിൽ ഉത്തരവാദിത്തബോധമില്ല. ജോലി കിട്ടുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം വളരെ പരിമിതമാക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുളിരിൽ മൂടിപ്പുതച്ച് കിടക്കുന്നവരാണ് അധികം ചെറുപ്പക്കാരും. 4. അറിവില്ലായ്മ. സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം സമ്പന്നനാകാമോ? ഡിഗ്രിയും പിജിയും ഉള്ളവർക്കിടയിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കൂടുതൽ ഇരയാകുന്നത്. പഠിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലമുറ. വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അത് പ്രായോഗിക തലത്തിൽ ഉപകരിക്കാനുള്ള കഴിവില്ലായ്മ. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ മുന്നിട്ടിറങ്ങുവാനുള്ള കഴിവില്ലായ്മ. എനിക്ക് എല്ലാ അറിവുമുണ്ടെന്നുള്ള അഹങ്കാരം മലയാളിയുടെ കൂടെപ്പിറപ്പാണ്. 5. മേലനങ്ങി ജോലി ചെയ്യാൻ താൽപര്യമില്ല. സ്വന്തമായി മനസ്സിൽ അവനവനെപ്പറ്റി കെട്ടിച്ചമച്ച അബദ്ധധാരണകൾ. കൂലിപ്പണി ചെയ്യുമ്പോൾ ആ അവസ്ഥയ്ക്ക് ലജ്ജിതനാകുന്ന പ്രവണത കേരളത്തിൽ കൂടുതലാണ്. സ്വന്തമായി ചെയ്യുവാൻ പറ്റുന്ന പണികൾ പോലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുവാൻ മടിയില്ലാത്തവനുമാണ് മലയാളി. അതുകൊണ്ടാണ് അന്യസംസ്ഥാനക്കാർ കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളും കൈയടക്കിയിരിക്കുന്നത്. ദേഹാധ്വാനം ചെയ്യുന്ന പണിയെടുത്തുകൊണ്ടാണ് അവർ സമ്പന്നരും വളർന്നുവരുന്നതുമെന്നുള്ള സത്യം മനസ്സിലാക്കാനുള്ള മലയാളിയുടെ കഴിവില്ലായ്മ വേറൊരു ഘടകമാണ്. 6. അധ്വാനിക്കുന്നവരോട് പരമപുച്ഛം. വസ്തുത മറക്കുന്ന സംസ്കാരം. ആദ്യകാല തലമുറ മിച്ചഭൂമി കയ്യേറിയും വെട്ടിപ്പുതിച്ചും ശാരീരികമായി അധ്വാനിച്ചുമാണ് ഇന്ന് കാണുന്ന കേരളം പടുത്തുയർത്തിയിട്ടുള്ളത് എന്ന സത്യം പുതിയ തലമുറ മറക്കുന്നു. ഒരു കൂലിപ്പണിക്കാരനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പുച്ഛം. ഇതുകൊണ്ടൊക്കെ എന്ത് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള അനാവശ്യ ചിന്ത കുടിയേറുവാൻ കാരണം അവന്റെ വിദ്യാഭ്യാസത്തിന്റെ പാകപ്പിഴയിൽ നിന്നും ഉടലെടുത്തതാണ്. 7. തട്ടിപ്പ്, വെട്ടിപ്പ്, പറ്റിപ്പ്. സമ്പാദ്യത്തിനുള്ള പാത. മലയാളികൾ എളുപ്പവഴികൾ തേടുന്ന കാര്യത്തിൽ മിടുക്കന്മാരാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ ലോട്ടറി തുടങ്ങി വ്യാജ ഇടപാടുകളിൽ കടം വാങ്ങിയും കയറിപ്പറ്റുന്നു. വായ്പ വാങ്ങി പല വ്യാജ ആപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒന്നും തന്നെ വിശകലനം ചെയ്യുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ചെയ്യാൻ തുനിയാറില്ല. അവസാനം നഷ്ടം വരുമ്പോൾ ബോധവാനാവുകയും തനിക്ക് വന്ന നഷ്ടം മറ്റുള്ളവനും വരട്ടെ എന്ന ചിന്തയോടുകൂടി മറ്റുള്ളവരെയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. 8. മറ്റൊരുവൻ സമ്പാദിച്ച വഴിയിലൂടെ തന്നെ പോകുവാൻ താൽപര്യം കൂടുതലാണ്. ഒരാൾ ഒരു ഹോട്ടൽ തുടങ്ങി കുറച്ചു വരുമാനം കിട്ടിത്തുടങ്ങിയാൽ അതേ പാത പിന്തുടർന്ന് അതിനരികിൽ തന്നെ മറ്റൊരു ഹോട്ടൽ തുടങ്ങുവാൻ നോക്കുകയും കുറച്ചു നാളുകൾക്ക് ശേഷം രണ്ടുപേരുടെയും വരുമാനം നിലയ്ക്കുകയും 2 സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നത് കേരളത്തിൽ നിത്യസംഭവമാണ്. സ്വന്തമായ ആശയമോ വേറിട്ട വഴികളോ കണ്ടുപിടിക്കുവാൻ മലയാളിക്ക് താൽപര്യമില്ല. 9. ലോട്ടറി.
നാളെ ലക്ഷങ്ങൾ കിട്ടും എന്ന മിഥ്യാധാരണ. കേരളത്തിലെ ലക്ഷക്കണക്കിന് പേരുടെ പ്രതീക്ഷയാണ് ലോട്ടറി. കോടീശ്വരനാകാമെന്ന സ്വപ്നത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ വർഷങ്ങൾ കടന്നുപോകുന്നു. അതോടുകൂടി ജീവിതവും പോകുന്നു. 10. രാഷ്ട്രീയ ലോബികൾ, പാർട്ടികൾ. ഒരു മലയാളിയും നന്നാവരുത്. നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഒരാളെയും നെഞ്ചിലേറ്റുന്ന രാഷ്ട്രീയ സംവിധാനമില്ല. ഒരാൾ മുന്നേറുന്നത് കണ്ടാൽ മറ്റൊരാൾ അവനെ താഴേക്ക് വലിക്കും. അതാണ് കാഴ്ചപ്പാട്. വികസനം നല്ലതല്ല. അത് നേതാക്കൾക്ക് മാത്രമുണ്ടാകട്ടെ എന്ന് തോന്നൽ പ്രസക്തമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഓരോരുത്തരും ആരാണ്, എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അടുത്ത തലമുറയെ മാറ്റാൻ കഴിയില്ലെന്നല്ല, പക്ഷേ അതിന് മാതൃകയുണ്ടാവണം. ആ മാതൃക നമ്മളാണ് സൃഷ്ടിക്കേണ്ടത്. കടം കയറി മലയാളിയുടെ മനസ്സിൽ ഇനി കരുത്ത് നിറയ്ക്കാം. കടം വാങ്ങേണ്ടതല്ല, പണിക്ക് പോയി സമ്പാദിക്കേണ്ടതാണ്. വലിയ വീട് ആവശ്യമല്ല, നല്ല മനസ്സും കഠിനാധ്വാനവുമാണ് വേണ്ടത്. മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്നും പാഠം പഠിക്കൂ. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം മാറ്റിവെച്ച് സ്വയം മാറ്റം ആരംഭിക്കാം. അത് തുടങ്ങേണ്ടത് അവനവന്റെ വീട്ടിൽ നിന്നായിരിക്കണം. മലയാളി വെറും പൊളിയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മൾ മലയാളികൾ തന്നെയാണ്. Thank you for watching.